ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നമ്പർ വേൾഡ്, സംഖ്യാലോകം. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജ് 25-ലെയും പേജ് 28-ലെയും ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസാണ്, പ്രോബ്ലംസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് 28-ലെ ബാക്കി 2 ചോദ്യങ്ങൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 5 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇതിലുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി 2-digit numbers are there with the same digit repeated? How many 3-digit number with the same digit repeated thrice? മലയാളത്തിൽ നോക്കാം. ഒരു അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര 2 അക്ക സംഖ്യ ഉണ്ട്? ഒരു അക്കം തന്നെ ആവർത്തിച്ച് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 2 പ്രാവശ്യം ആവർത്തിച്ചില്ല, അങ്ങനെ എത്ര 2 അക്ക സംഖ്യകളുണ്ട്? ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ച് വരുന്ന 3 അക്ക സംഖ്യകളാണ്. അപ്പോൾ 3ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. 2 digits number with the same digit repeated. ഒരു അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന 2 അക്ക സംഖ്യകൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഒരു നമ്പർ തന്നെ ആവർത്തിച്ച് വരുന്നത് ഏതാണ്? 11, 11, 22, 33, 44, 55, 67, 77, 88, 99. ഇതൊക്കെ എന്താണ്? ഒരക്കം തന്നെ ആവർത്തി വരുന്നതാണ്. 11, 22, 33, 44, 55, 66, 77, 88, 99. ഇങ്ങനത്തെ എത്ര സംഖ്യകളുണ്ട്? 9 നമ്പേഴ്സാണ് ഉള്ളത്, 9 സംഖ്യകളാണ് ഉള്ളത്. 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 നമ്പറുകളാണ് ഉള്ളത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ഇങ്ങനത്തെ 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 3-digit numbers with the same digit repeated. ഒരു അക്കം തന്നെ ആവർത്തിച്ചു വരുന്ന 3 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്നത് എന്താണ്? 111, 111, 222, 222, 333, 444, 555, 666, 77 അങ്ങനെ പോന്നു. അപ്പോൾ ഇത് നോക്കിയാൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? 9 നമ്പേഴ്സ് ആണ്. 9 നമ്പേഴ്സ്, 9 സംഖ്യകൾ. അങ്ങനെ വരുന്നത് എത്രയാണ്? 9 സംഖ്യകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എഴുതാം 9. അപ്പോൾ ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്, വായിച്ചു നോക്കാം. There are some numbers which read the same when the digits are put in the reverse order. For example, 46,764. Such numbers are called palindromic numbers. അതായത് നമ്മൾ അക്കങ്ങൾ തിരിച്ചും മറിച്ചിട്ടാലും ഒരേ പോലെയാണ് വായിക്കുക. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുക. ഇപ്പം 11 എന്ന് പറയുമ്പോൾ 11. ഓക്കെ, അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒക്കെ 11 ആണ്. ഇപ്പം ഇനി 121, അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒക്കെ എന്താണ്? 121 ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ 3 ചോദ്യമുണ്ട്. ഹൗ മെനി 2 digits numbers are palindromes? How many 3 digits number are 4 digits number? അപ്പം മലയാളത്തിലുള്ള ചോദ്യം വായിച്ചു നോക്കാം. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46,764. ഇതിനെ തിരിച്ചിട്ടാലും 46,764, മറിച്ചിട്ടാലും 46,764. ഇത്തരം സംഖ്യകളെ ഇരുവഴി സംഖ്യകൾ അഥവാ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ് പറയുക. 3 ചോദ്യമാണുള്ളത്. 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? 3 അക്ക സംഖ്യകളിലോ 4 അക്ക സംഖ്യകളായാലോ? 4ാമത്തെ ചോദ്യം നോക്കാം. 2-digit palindromic numbers. 2 അക്ക സംഖ്യകൾ ഇരുവഴി സംഖ്യകൾ. അപ്പോൾ 2 അക്ക ഇരുവഴി സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ചു വിട്ടാൽ എന്താണ്? നമുക്ക് ഒരേ നമ്പർ തന്നെ കിട്ടും. അങ്ങനെയുള്ളത് എത്ര എണ്ണമാണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 നമ്പേഴ്സ് ആണ് ഉള്ളത്. എത്ര ഉള്ളത്? 9 നമ്പേഴ്സ്, 9 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് 2ാം ഭാഗം എന്താണ്? 3-digit പാലിൻഡ്രോമിക് നമ്പേഴ്സ്. 3 അക്ക സംഖ്യകൾ ഇരുവഴി സംഖ്യകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ കുറെ ഉണ്ട്. 101, 111, 121. ഇതൊക്കെ പാലിൻഡ്രോമിക് ആണ്. ഓക്കെ, ഒരു സെക്ഷനിൽ വരുന്നത് ഇത്രയുണ്ട്. അതായത് ഏകദേശം 10 നമ്പേഴ്സ് വരുന്നുണ്ട് ഒരു ഇതിൽ തന്നെ. അതായത്
101 111 അതിൽ തന്നെ 10 നമ്പേഴ്സ്. ഇനി 200 212 230 അതിൽ ഏകദേശം 10 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ എത്ര 10 വരുന്നുണ്ട്? 9 10 വരുന്നുണ്ടല്ലേ. അപ്പം 10 ഗുണിക്കണം 9 90 എണ്ണം വരുന്നുണ്ട്. 90 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ 3 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് 3 അക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ എത്ര എണ്ണം വരുന്നത്? 90 എണ്ണം. അതെങ്ങനെയാ വരുന്നത് മനസ്സിലായല്ലോ. ഇവിടെ വിശദമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത അതിന്റെ ഒരു മൂന്നാമത്തെ സെക്ഷനാണ് 4 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ. 4 അക്ക സംഖ്യകളിൽ ഇരുവഴി സംഖ്യകൾ. അതും ഇതുപോലെ തന്നെ നമുക്ക് 1001 1111 1221 അങ്ങനെ 1000 തന്നെ നമ്മൾ നോക്കിയാൽ എത്ര ഉണ്ട്? ഫസ്റ്റ് സെക്ഷനിൽ തന്നെ 10 നമ്പർ ഉണ്ട്. ഇനി 2000 2000 അത് നോക്കിയാൽ 10. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? അങ്ങനത്തെ 9 എണ്ണം ഉണ്ട് അല്ലെ. നമുക്ക് 999 വരെ എത്തണം. അങ്ങനത്തെ 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 90 നമ്പേഴ്സ് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എത്ര എഴുതാം? 90 നമ്പേഴ്സ്, 90 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 2 3 4 1 2 3 4 എന്നീ അക്കങ്ങളിലെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? ഇംഗ്ലീഷിലുള്ള ചോദ്യം നോക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 1 2 3 4? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. Question number 5. Question number 5 എന്താണ്? 4 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 1 2 3 4. 1 2 3 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാകും? പിന്നെ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? അതിന്റെയൊക്കെ തുക, ആകെ കൂടെയുള്ള തുക നമുക്ക് കാണാം. അപ്പോൾ 1 2 3 4 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഡിജിറ്റ്സ് ഒക്കെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 × 3 × 2 × 1. അപ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പൊ 24 നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 24 എണ്ണം നമ്പേഴ്സാണ് ഉണ്ടാക്കുക. ഇനി ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്മ് നിങ്ങൾക്കറിയാലോ, നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ 1000 ആണ്. 1000ന്റെ പ്ലേസിൽ എത്ര മാറി വരും? 1 + 2 + 3 + 4 × 6. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 60,000 കിട്ടും. അതേപോലെ 100ന്റെ പ്ലേസിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ 6,000. 10ന്റെ പ്ലേസിലും നമ്മൾ അങ്ങനെ ചെയ്ത 600. 1ന്റെ പ്ലേസിലും ചെയ്ത 60. അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 66,660. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 66,660. 1 2 3 4 സംഖ്യകള് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സംഖ്യകളുടെ ആകെ തുക എത്രയായിരിക്കും? 66,660. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 5ാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ വേൾഡ് സംഖ്യാലോകം എന്ന പാഠഭാഗമാണ്. നല്ല വിശദീകരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം നല്ലവണ്ണം വൃത്തിയിൽ നോട്ട്ബുക്കിലേക്ക് എഴുതി പരിശീലിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.